ഞങ്ങളെ ED കേസിനകത്ത് BJPയുടെ കാൻഡിഡേറ്റും അവരുടെ സർക്കാരും സഹായിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, എന്നുവെച്ചാൽ ഈ മൂന്നുപേരും അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, നെയ്യാറ്റിൻകര പാറശാല കോവളം അവിടെയാണ് ഞങ്ങൾ CSA നാടാർ വോട്ടുള്ളത്. ആ നാടാർ വോട്ടിൽ 15,000 വോട്ട് മാറി അവരെ താമസമൊന്നും വേണ്ടായിരുന്നു. നിങ്ങൾ ഇത്രയും വലിയൊരു ശക്തിയാണെങ്കിൽ എന്തുകൊണ്ട് LDF നിങ്ങൾക്കൊപ്പം നിൽക്കുന്നില്ല? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞങ്ങൾക്ക് കൊടുക്കാൻ കോടികളില്ല, എക്സാലോചന കൊടുക്കാൻ ഞങ്ങൾ പൈസ ഇല്ല. വില്ലനാണ്, വില്ലനല്ല, ഏകാധിപതിയാണ്. പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്നൊരു ഏകാധിപതി. ഈ പറയുന്ന എക്സാലോജിക്ക് എല്ലാം ഇരിക്കുമ്പോഴേ പറയുന്നിടത്ത് ഞാൻ പ്രതിയാവും. അവസാനം ആ സെമിത്തേരിയിൽ ഒരു കല്ലറയ്ക്കകത്ത് ഈ പള്ളിക്കാരറിയാതെ ഒരു ഡെഡ് ബോഡി ഇരിപ്പുണ്ട്. കേന്ദ്ര സർക്കാർ ഈയുടെ കേസ് നല്ലവണ്ണം കൈകാര്യം ചെയ്യും. ഉറപ്പാണ്. നമസ്കാരം. ശ്രീ VT മോഹനുമായിട്ടുള്ള സംഭാഷണം തുടരുകയാണ്. താങ്കൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു BJP നിങ്ങളെ ഒറ്റുകൊടുത്തു, അല്ലെങ്കിൽ BJPയുടെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ശ്രീ രാജീവ് ചന്ദ്രശേഖർ നിങ്ങളെ ഒറ്റുകൊടുത്തു എന്ന് നിങ്ങൾ പറയുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ചിത്രം പൊതുവെ പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, അവസാന റൗണ്ടിൽ ശ്രീ ശശി തരൂരിന് ലാറ്റിൻ കാത്തലിക് വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ തീരദേശത്ത് നിന്ന് ഗണ്യമായ വോട്ട് കിട്ടിയത് കൊണ്ടാണ് അദ്ദേഹം ജയിച്ചത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ടോട്ടൽ വിലയിരുത്തൽ അങ്ങനെയാണ്. നിങ്ങളെ ചതിച്ചത് കൊണ്ടാണ് തോറ്റത് എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? ഞങ്ങളെ ED കേസിനകത്ത് BJPയുടെ കാൻഡിഡേറ്റും അവരുടെ സർക്കാരും സഹായിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, എന്നുവെച്ചാൽ ഈ മൂന്നുപേരും അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, നെയ്യാറ്റിൻകര പാറശാല കോവളം അവിടെയാണ് ഞങ്ങൾ CSA നാടാർ വോട്ടുള്ളത്. ആ നാടാർ വോട്ടിൽ 15,000 വോട്ട് മാറി അവരെ താമസമൊന്നും വേണ്ടായിരുന്നു. ഇത് അവസാന നിമിഷം വരെയും അവർ നിങ്ങളോടൊപ്പം നിൽക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിച്ചിട്ട് അവസാന നിമിഷം കാലുവാരി എന്നാണ് നിങ്ങൾ ആരോപിക്കുന്നത്. അതെ. പക്ഷേ ഈ അവസാന നിമിഷം കൊണ്ട് നിങ്ങൾക്ക് ഒറ്റയടിക്ക് തന്നെ ഇവർ കാലുവാരി, അതുകൊണ്ട് നമുക്ക് തിരിച്ചു കുത്താം എന്ന് നിങ്ങളങ്ങ് തീരുമാനിക്കായിരുന്നു. നമ്മൾ അങ്ങനെ തീരുമാനിച്ചില്ല. പക്ഷേ ഇത് ജനം അറിഞ്ഞപ്പോൾ ജനം സ്വയം തീരുമാനിച്ചതാണ്. നിങ്ങൾ ആരും ക്യാമ്പയിൻ ഒന്നും നടത്തിയില്ല? ഇല്ല, നമ്മൾ രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി ചെറിയ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് നേരത്തെ. പക്ഷേ ഇതിനു വേണ്ടി നമ്മൾ ഒരു ക്യാമ്പയിൻ നടത്തിയില്ല. ചതിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞ ശേഷം ക്യാമ്പയിൻ ഒന്നും നടത്തിയില്ല. പക്ഷേ നമ്മളെ സംവിധാനം അനുസരിച്ച് നമ്മൾ അറിയിക്കേണ്ടവരെ ഇങ്ങനെയാണ് സംഭവം, നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ അതിൻ്റെ മെസ്സേജ് കൊടുത്തു. നിങ്ങളുടെ സഭാ വിശ്വാസികൾക്ക് കൊടുത്തു. അപ്പോൾ അവർ അതനുസരിച്ച് ആക്ട് ചെയ്തു. ഒരു സംശയം വേണ്ട. അത്രയധികം വോട്ട് ബാങ്ക് ഉണ്ടോ CSI സഭയുടെ വിമതപക്ഷത്തിന്? അത്രയധികം വോട്ട് ബാങ്ക് ഈ പറയുന്ന മണ്ഡലങ്ങളിലൊക്കെ ഉണ്ടോ? വിമതപക്ഷം ഉദ്ദേശിച്ച ആരെയാണ്? വിമതപക്ഷം മീൻസ് CSIയിൽ തന്നെ ഇപ്പോൾ ഈ ഔദ്യോഗിക പക്ഷം എന്ന് പറയുന്ന പക്ഷത്തിനെതിരെ നിൽക്കുന്ന ആൾക്കാർ, താങ്കൾ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ താങ്കൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആ ഒരു കാറ്റഗറി ആൾക്കാർക്ക് ഇത്രയധികം, നിങ്ങൾ അത്രയധികം ശക്തമായ ഒരു വോട്ട് ബാങ്ക് ആണോ എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് മാത്രമേ വോട്ട് ബാങ്ക് ഉള്ളൂ, മറ്റവർക്കില്ല. പക്ഷേ സാധാരണ ഞാൻ ഒരു ജാഥാക്കാൻ പറയാൻ ചോദിച്ചോട്ടെ, സാധാരണ എപ്പോഴും രാഷ്ട്രീയക്കാർ എപ്പോഴും ഒരു വിഷയത്തെ കാണുന്നത് അവർ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് കളിക്കുന്നത്. ഏത് പാർട്ടിയായാലും, അത് LDF ആയാലും UDF ആയാലും BJP ആയാലും അങ്ങനെ തന്നെയാണ്. പ്രബലരാരാണോ അവരോടൊപ്പം ആർക്കൊപ്പം നിന്നാൽ നമുക്ക് നേട്ടം ഉണ്ടാവും എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. നിങ്ങൾ ഇത്രയും വലിയൊരു ശക്തിയാണെങ്കിൽ എന്തുകൊണ്ട് LDF നിങ്ങൾക്കൊപ്പം നിൽക്കുന്നില്ല? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞങ്ങൾക്ക് കൊടുക്കാൻ കോടികളില്ല, എക്സാലോചന കൊടുക്കാൻ ഞങ്ങൾ പൈസ ഇല്ല. കാശുള്ളവൻ കൊടുക്കുന്നു. കാശുള്ള എവിടെ കൊടുക്കുന്നു? നമ്മുടെ CSI സഭയുടെ മെഡിക്കൽ കോളേജിൻ്റെ അവിടുത്തെ പൈസ എടുത്ത് കൊടുക്കുന്നത്, അല്ല ഇവരാരുടെയും കയ്യിൽ പൈസ ഇല്ല. പക്ഷേ ഇതിൽ രസകരമായ നിങ്ങളുടെ ആ ക്രൈംബ്രാഞ്ചിൻ്റെ ആ ഒരു അന്വേഷണ റിപ്പോർട്ട് ഞാൻ നോക്കിയത്, പണ്ട് ബിഷപ്പ് കോഴ വാങ്ങിയ കുറേയധികം ആരോപണങ്ങൾ വന്നു. അതിൽ കുറേ രക്ഷിതാക്കൾ, ഞാൻ മനസ്സിലാക്കുന്നത് 24 പേര്, കുറേ രക്ഷിതാക്കൾ കാശ് കൊടുത്ത കാര്യം അക്കമിട്ട് നിരത്തി ക്രൈംബ്രാഞ്ചിന് മൊഴി കൊടുത്തു. പക്ഷേ ക്രൈംബ്രാഞ്ചിൻ്റെ ആ ഒരു കോടതി കൊടുത്ത റിപ്പോർട്ട് ഞാൻ പരിശോധിച്ചപ്പോൾ അതിൽ കണ്ടത് ഈ തിരുകർമ്മങ്ങളിൽ പങ്കെടുക്കുക, അതൊരു വിചിത്രമായ ഒരു കണ്ടെത്തൽ. ആത്മീയ പിതാവായതിനാൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഇദ്ദേഹം പൈസ വാങ്ങൂല എന്ന്. ഈ പൈസ വാങ്ങുന്ന ആള് പറഞ്ഞു ഞാൻ പൈസ വാങ്ങിച്ചെന്ന്, അവിടെ വെച്ച് കൊടുക്കുകയും ചെയ്തു. പക്ഷെ ക്രൈംബ്രാഞ്ചിന് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് വസ്ത്രം ധരിച്ച ഒരാൾ കൈക്കൂലിക്കാരനാകില്ല എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ. പക്ഷേ ഞങ്ങളത് റീ ഓപ്പൺ ചെയ്ത് ഒന്നുകൂടെ ഒരു അന്വേഷണം നടത്താൻ വേണ്ടി ഞങ്ങൾ ഹൈക്കോടതി പോവുകയാണ്. എന്ത് പ്രയോജനം? വീണ്ടും ഇതേ ഏജൻസി അന്വേഷിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും? ഞങ്ങൾ അല്ലെങ്കിൽ ഹൈക്കോടതി അന്ന് പോയത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനല്ല പോയത്, CBI അന്വേഷണത്തിനാണ്. അന്ന് ഉടനെ കേരള സർക്കാരിന്റെ വക്കീൽ എഴുതി പറഞ്ഞ് ഞങ്ങൾ അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞു. അത് കോടതി അംഗീകരിച്ചു. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ റിസൾട്ട് വന്നപ്പോൾ ഇങ്ങനെയായി. പക്ഷേ ഇതിൽ വേറൊരു കാര്യം, നേരത്തെ തന്നെ നിങ്ങൾ കുറേയധികം CBI അന്വേഷണം ആവശ്യപ്പെട്ടു. ഒരു രീതിയിൽ ഒരു ഘട്ടത്തിൽ CBI അന്വേഷണം ഇതിൽ വന്നിട്ടില്ല. അല്ല, CBI അന്വേഷിക്കാൻ വരുമ്പോൾ കോടതി വരുമ്പോൾ ഈ സർക്കാരിന്റെ വക്കീൽ എഴുതി പറയും ഇത് ഞങ്ങൾ അന്വേഷിച്ചോളാം.
ഓക്കെ. 3 കോടി രൂപയിൽ കൂടുതലുള്ള കേസാണ്, അത് ഞങ്ങൾ അന്വേഷിച്ചോളാം എന്ന് പറയുമ്പോൾ കോടതി എന്ത് പറയും? അപ്പോൾ കോടതി സർക്കാരിനൊപ്പം അങ്ങ് നിൽക്കുകയാണ്. അല്ല, അത് സർക്കാർ വക്കീൽ പറയുന്നതിനെ കോടതി കേൾക്കുള്ളൂ. നിങ്ങൾ ശരിക്കും നിങ്ങളാണ് പ്രബലർ അല്ലെങ്കിൽ നമ്മളോടൊപ്പമാണ് നീതി എന്ന് സ്ഥാപിക്കാൻ വേണ്ടി സർക്കാർ നിങ്ങൾ എനിക്ക് തോന്നുന്നു സെക്രട്ടേറിയറ്റിലൊക്കെ പോയി ആരെയൊക്കെ കണ്ടിരുന്നു എന്ന് തോന്നുന്നു. സെക്രട്ടേറിയറ്റിൽ പോയി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി പലരെയും കണ്ടു. ആരെയാ കണ്ടേ? ഇപ്പോഴും കണ്ടോണ്ടിരിക്കുക തന്നെ. എന്താ അവർ പറയുന്നത്? അന്ന് കണ്ടത് ആര്? പി ശശിയെ കണ്ടു. ഇപ്പം നമ്മുടെ കെ രാഗേഷിനെ കണ്ടു. അവരൊക്കെ എന്താ പറയുന്നത്? അവർ പറയുന്നത് ഞങ്ങൾ നിങ്ങളെ കൂടെയാണ്, നിങ്ങളെ സഹായിക്കുമെന്ന് പറയാം. ഇതുവരെ സഹായിച്ചിട്ടില്ല. ഇതുവരെ സഹായിച്ചിട്ടില്ല. ഇപ്പം ഈ അടച്ചിട്ടേക്കുന്ന ആ സ്ഥാപനം, ഈ അരമനയും എല്ലാം തുറക്കാൻ വേണ്ടി തന്നെ 10-12 പ്രാവശ്യമാണ് ഞങ്ങൾ മുഖ്യമന്ത്രി ഓഫീസിൽ പോയി കണ്ടത്. മുഖ്യമന്ത്രിയെ ഈ ബിഷപ്പ് നേരിട്ട് പോയി കണ്ട് സംസാരിക്കുകയും ചെയ്തു. കോഴിക്കോട് ബിഷപ്പ് നേരിട്ട് പോയി സംസാരിച്ചു മുഖ്യമന്ത്രി. ആ ബിഷപ്പിന്റെ വാക്ക് ഇദ്ദേഹം കേൾക്കുന്നില്ല. ഇപ്പൊ എന്താ സർക്കാരിന്റെ നിലപാട് എന്താ? ഇപ്പൊ പൂട്ടി എടുത്തുകൊണ്ട് പോയിരിക്കുന്ന താക്കോൽ നിങ്ങളുടെ കയ്യിൽ തരും. അവർ പറയുന്നത് ഞങ്ങൾ തുറന്നു കഴിഞ്ഞാൽ അവിടെ സംഘർഷാവസ്ഥ ഉണ്ടാവും. ഈ സംഘർഷാവസ്ഥ നോക്കാനല്ലേ പോലീസ് ഉള്ളത്. ഓക്കെ, ഞാൻ ചോട്ടെ, ട്രിവാൻഡ്രം സിറ്റിയിൽ ഏത് സമുദായത്തിൻ്റെ ഓഫീസിൽ 42 ദിവസമായി അടച്ചിടും? എവിടെ നടക്കൂ? അല്ല, ഈ ഓഫീസ് അടച്ചിടുമ്പോഴേ നിങ്ങളുടെ ഈ ബാക്കി അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനങ്ങളൊക്കെ എങ്ങനെയാ പോകുന്നത്? ഒന്നും നടക്കുന്നില്ല. അതേ കുറെ മെഴുകുതിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചാൽ പോരല്ലോ. അവിടുത്തെ അത് തന്നെ ചെലവൊക്കെ നോക്കണ്ടേ? ചിലതെന്ന് വെച്ചാൽ അവിടെ അനാചാരങ്ങളുണ്ട്. അവർക്ക് അവിടെ ആ പിള്ളേരുടെ കാര്യം നോക്കാൻ പറ്റുന്നില്ല. റിട്ടയർഡായ അച്ഛന്മാരുടെ പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. എല്ലാം പ്രതിസന്ധിയിലായി. ഇത് വിശ്വാസികൾ തിരിച്ചറിയുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്. പക്ഷെ സർക്കാർ മാത്രം അറിയുന്നില്ല. ഇത് കോടതി പോകാൻ പറ്റില്ല. കോടതിയിൽ ഇന്നൊരു കേസ് വരുന്നുണ്ട്. ഇന്ന് വരുന്നുണ്ട് ഹൈക്കോടതിയിൽ. റിസൾട്ട് സുപ്രീം കോടതിയിൽ 17-ാം തീയതി വരുന്നുണ്ട്. നിങ്ങൾ ആ ലെവലിൽ പോയി സുപ്രീം കോടതി പോയിട്ടുണ്ട്. അവിടുന്ന് അനുകൂലമായ വിധി വരുമെന്ന് കരുതുന്നുണ്ടോ എന്താണ് നമ്മളൊരു വിശ്വാസം? പക്ഷേ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഈ ചതിയുടെ ഒരു എലമെന്റിലോട്ട് തന്നെ നമ്മൾ വീണ്ടും വന്നു കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ചില ആൾക്കാർ നിങ്ങളെ ചതിച്ചു എന്ന് പറയുന്നു. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഇനി കേന്ദ്രത്തിൽ നിന്ന് നീതി കിട്ടുമെന്ന് നിങ്ങൾ എന്താ വിശ്വസിക്കാൻ കാരണം? കേന്ദ്രത്തിൽ നിന്ന് നീതി കിട്ടുമെന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. നിങ്ങൾ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇതുക്കും മേലെയാണോ? അല്ല, ആ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിയന്ത്രിക്കുന്ന ആൾക്കാർ അവർ ഇതിനെ സീരിയസ് ആയിട്ടാണ് കാണുന്നതും ഇപ്പോഴും സീരിയസ് ആയിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇവിടെ മാത്രമല്ല, ഇവിടെ അങ്ങ് ഡൽഹിയിലും ഉണ്ട്. അല്ല, അങ്ങനെയാണോ? അല്ലല്ല, ഞാൻ ചോദിട്ടെ, ഞാൻ ഈ പരാതി കൊടുക്കുന്ന ഓരോ പേപ്പറും ഞാൻ നിർമ്മലാ സീതാരാമൻ അയച്ചിട്ടുണ്ട്. എല്ലാ പേപ്പറും അവിടെയും കോപ്പിയുണ്ട്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഇല്ല, ഒരെണ്ണം കുറ്റപത്രം കൊടുത്തല്ലോ. ഇനി 2 കുറ്റപത്രം കൊടുക്കാണ്ടല്ലോ. ട്രയൽ നടക്കേണ്ടതുണ്ട്. ട്രയൽ നടന്ന എല്ലാം നടക്കുമ്പോൾ ബാക്കി അകത്തായിക്കൊള്ളൂ. അന്ന് തന്നെ ആരെങ്കിലും കുഴപ്പമില്ല, അകത്തായിക്കൊള്ളൂ. ശരിക്കും ഇപ്പം നിങ്ങൾ തിരികെ എം ചർച്ചിൽ നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞു, LMS ചർച്ചിൽ നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ പഴയ ബിഷപ്പ് അദ്ദേഹമാണല്ലോ ഇതിന്റെ എല്ലാം വിവാദ നായകൻ. അദ്ദേഹം ഇപ്പൊ എവിടെയാണ്? വിവാദ നായകനല്ല, ഈ എല്ലാ തെണ്ടിത്തരത്തിലും എല്ലാം ചെയ്ത് കൂട്ടിയത് അയാൾ തന്നെയാണ്. വില്ലനാണ് അദ്ദേഹം. വില്ലനല്ല, ഏകാധിപതിയാണ്. പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്നൊരു ഏകാധിപതി. അദ്ദേഹം ഇപ്പൊ എവിടെയാണുള്ളത്? അദ്ദേഹം ഇപ്പം പെൻഷൻ പറ്റിയല്ലേ ഇരുന്നിട്ടും ഇപ്പോഴും അരമനയിൽ കഴിയുകയാണ്. ഈ പൂട്ടിയെടുത്ത സഭ അപ്പോഴും അദ്ദേഹം ഇപ്പം ബിഷപ്പല്ല, നിയമപരം അദ്ദേഹത്തിന്റെ കാലാവധി ബിഷപ്പല്ല. ഞാൻ പറയട്ടെ സാറേ, എന്തറിയാമോ, 8-9 മാസമായി അവിടെ ഇരിക്കുന്നു. ഒരു പള്ളിയിലേക്ക് പോകാൻ പറ്റുന്നില്ല. ഒരു ഞായറാഴ്ച ഒരു ആരാധനയ്ക്ക് പങ്കെടുക്കാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ അയാൾ ജയിലിൽ കിടക്കുന്നത് ആണ് ഇതിനേക്കാളും നല്ലതായിരുന്നു. അല്ല, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, അദ്ദേഹത്തിന്റെ പ്രായം കഴിഞ്ഞു. സിനഡ് അംഗീകരിച്ചിരിക്കുന്ന പ്രായപരിധി കഴിഞ്ഞതോടുകൂടി അദ്ദേഹം ബിഷപ്പ് അല്ലാണ്ടായി മാറിയിരിക്കുന്നു. അത് കോടതി പറഞ്ഞു. സിനഡിന്റെ അധ്യക്ഷനായിരുന്നു. അവിടെ നിന്നെല്ലാം അദ്ദേഹത്തിന്റെ കാലാവധി എക്സ്പയർ ആയി. പിന്നെ എങ്ങനെ ഒരു വ്യക്തിക്ക് ആ പദവിയുടെ ഒരു പവർ ഉപയോഗിച്ചുകൊണ്ട് ഒരു അരമന കയറി ഇരിക്കാൻ പറ്റും? പദവി ഇല്ല. അല്ല, പദവിയുടെ ആ ഒരു ആഢ്യത്വം ഉണ്ടല്ലോ. അദ്ദേഹം ഇത്രയും നാൾ അങ്ങനെ അവിടെ ഇരിക്കുന്നു, വെളിയിൽ ഇറങ്ങുന്നില്ല. പലപ്പോഴും രാത്രി രഹസ്യമായിട്ട് ആരെങ്കിലും കാറി കയറി എവിടെയെങ്കിലും പോയിട്ട് അടുത്ത ദിവസം രാത്രി വരും. ഈ അദ്ദേഹത്തിന്റെ ഫാമിലി അതിനകത്ത് തന്നെ ഉണ്ടോ? ഉണ്ട്. ഇദ്ദേഹത്തിന് ട്രിവാൻഡ്രത്ത് വേറെ വീടൊന്നുമില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹം വിഴിഞ്ഞം സ്വദേശിയാണെന്നാണ് ഞാൻ. വിഴിഞ്ഞം സ്വദേശിയാണ്. അവിടെ ഒന്നും വീടൊന്നും. അവിടെ വീടുണ്ടെന്ന് പറയുന്നു. പക്ഷെ അയാൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നില്ല. അതും ഞങ്ങൾ സർക്കാരിനെ നോക്കി. സർക്കാർ പറയുന്നത് അവിടെ ഇരിക്കട്ടെന്ന്. അപ്പൊ നിങ്ങളുടെ ഇപ്പൊ പുതുതായിട്ട് സിനഡ് നിയോഗിച്ചൊരു ബിഷപ്പ് വന്നല്ലോ, അദ്ദേഹം എവിടെ ഇരിക്കുന്നത്? അദ്ദേഹം വന്ന് ഈ ബിഷപ്പ് ഹൗസ് ഇരിക്കും. ഇയാൾ അകത്തെ റൂമിൽ കിടന്ന് ഉറങ്ങും. ബിഷപ്പ് ഓഫീസ് ബാക്കിയല്ല ആ ബിഷപ്പ്. ഇദ്ദേഹം രാത്രി അന്തി ഉറങ്ങുന്ന എവിടെയാണ്? ശരിക്കും സിനഡ് നിയോഗിച്ച യഥാർത്ഥ ബിഷപ്പ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആ പുള്ളി വന്ന് ഒരു ദിവസം കഴിയുമ്പോൾ പോവും. കാര്യം പുള്ളിക്ക് കോഴിക്കോട് മലബാർ ബിഷപ്പും കൂടെയാണ്. ഇവിടെ ഇൻചാർജാണ്. വന്നു പോവുകയാണ്. ആ വന്നു പോയി കമ്മിറ്റി കൂടിയപ്പോഴാണ് ഈ പറയുന്ന ടി പ്രവീണ് ഗുണ്ടകളെ ചെന്ന് കയറി ഞാൻ ചോദിച്ചോട്ടെ, ഈ ടി പ്രവീണിന് നിങ്ങൾ ആവർത്തിച്ച് പറയുന്നത്, അദ്ദേഹം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ പറയുന്ന വിവാദ പുരുഷനായ ബിഷപ്പിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി വന്ന ആളാണ് 6 മാസത്തേക്ക്. അദ്ദേഹം ഇപ്പൊ അല്ല.
അല്ല അല്ല അദ്ദേഹം എവിടെയാ തങ്ങുന്നത്? അദ്ദേഹത്തിന്റെ ഒരു റോൾ എങ്ങനെയാ ഇപ്പോൾ അല്ല അത് സഭയ്ക്കകത്ത്? അദ്ദേഹത്തിന് അവിടെ തങ്ങേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് ജഗതിയിൽ വീടുണ്ട്, തമിഴ്നാട്ടിൽ വീടുണ്ട്. തമിഴ്നാട്ടുകാരനാണോ? തമിഴ്നാട്ടുകാരനാണ്. ഓക്കെ, അവിടെയും വീടുണ്ട്. വീടുണ്ട് ഓക്കെ, അപ്പൊ അദ്ദേഹം അവിടെയാണ്. അവിടെയുണ്ട്, ഇവിടേക്ക് ഈ താമസിക്കുമായിരിക്കും. ഗുണ്ടകളെയൊക്കെ കൊണ്ടുവരുന്നു, ഇതിനകത്ത് വേറെ കുറെ അധികം എന്തോ ദുരൂഹമരണോ എന്തൊക്കെ അങ്ങനെയൊക്കെ കഥകൾ കേൾക്കുന്നത്, ഇതൊക്കെ ചുമ്മാ നിങ്ങൾ പറഞ്ഞു വിടുന്ന കഥകളാണോ? ഇതൊക്കെ വല്ല വാസ്തവമുണ്ടോ? ഇല്ല, അത് പറയുകയാണെങ്കിൽ നമ്മളെ MMCC സഭയുടെ ഈ സെമിത്തേരി ഇല്ലേ, പാളയത്തുള്ള ആ സെമിത്തേരിയിൽ ഒരു കല്ലറയ്ക്കകത്ത് ഈ പള്ളിക്കാരറിയാതെ ഒരു ഡെഡ് ബോഡി ഇരിപ്പുണ്ട്. എന്ന് വെച്ചാൽ തല ഇരിക്കേണ്ട സ്ഥലത്ത് കാലും, കാലിരിക്കേണ്ട സ്ഥലത്ത് തലയാണ് ഇരിക്കുന്നത്. അത് ആ ബോഡി ആടെയാണെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ ഒരു ബോഡി ഉണ്ടെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? നമ്മുടെ അവിടെ കണ്ടതല്ലേ? നിങ്ങൾ കല്ലറ തുറന്നു നോക്കിയോ? ഇല്ല. ആ കല്ലറയിൽ വേറെ കല്ലറ എന്ന് പറയുമ്പോൾ നേരത്തെ ബുക്ക് ചെയ്യുമല്ലോ ചില വീട്ടുകാർ, കുടുംബക്കാർ ബുക്ക് ചെയ്യും. ഓക്കെ, അങ്ങനെ ആ വീട്ടിലെ ആ സ്ത്രീ മരിക്കുമ്പോൾ ഈ കല്ലറയെ കൊണ്ട് വയ്ക്കാൻ വന്നപ്പോഴാണ് അവിടെ വേറെ ബോഡി ഇരിക്കുന്നത്. ആരുടേതാ അത്? ആർക്കറിയില്ല. നിങ്ങൾ പരാതി കൊടുത്തില്ലേ? എവിടെ പരാതി കൊടുക്കുക? ഈ പരാതി കൊടുത്ത് എന്ത് ചെയ്യാൻ? അല്ല, എന്നാലും നിങ്ങളുടെ സഭയുമായി ബന്ധപ്പെട്ട് ഇല്ല, സാമ്പത്തിക അല്ല, ഗുരുതരമായ ഒരു അത് ആരോപണമല്ലേ? തന്നെ വെറുതെ പറഞ്ഞാൽ മതിയോ? ഈ പരാതി അല്ല, അത് ഞങ്ങൾ കണ്ടതാണത്. നിങ്ങൾ കണ്ടു, എന്നിട്ട് എന്തുകൊണ്ട് പോലീസിൽ പരാതി കൊടുത്തില്ല? ഇപ്പോഴും ഇല്ല, പരാതി കൊടുത്താൽ പറയാം. പറയും. ഈ പറയുന്ന എക്സാലോജിക്ക് എല്ലാം ഇരിക്കുമ്പോഴേ പരാതി കൊടുത്താൽ ഞാൻ പ്രതിയാവും അവസാനം ആ കേസിനകത്ത്. പേടിയാണ് നിങ്ങൾക്ക്? പേടിയാണ്? പേടിയല്ല, അവസാനം ഞാൻ ബോഡി കൊണ്ട് വെച്ചെന്ന് പറയും ഇവര്, സർക്കാർ പോലീസും. ഓക്കെ, ആ ബോഡി ഇപ്പോഴും ഇപ്പുണ്ട് അവിടെ. ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. ഈ കുടുംബക്കാർ പരാതിയില്ല, കാരണം അവർക്ക് പറയാൻ ഇല്ല, അവർക്ക് വേറെ കിട്ടിയാൽ മതിയല്ലോ. അവർ കല്ലറ ബുക്ക് ചെയ്ത് വർഷങ്ങൾക്ക് മുമ്പ് പൈസ കൊടുത്ത് ബുക്ക് ചെയ്തായിരിക്കും. ശരി, അവർക്ക് അവിടെ ഇരിക്കണേ തൊട്ടപ്പുറത്തെ അപ്പുറത്തെ വേറെ സാധനം കൊടുക്കും. അപ്പൊ ഈ അവരുടെ പഴയ കാരണവന്മാരെയൊക്കെ അടക്കം ചെയ്ത സ്ഥലം അത് മാറ്റി വേറൊരു സ്ഥലം കൊടുക്കും. അവരുടെ കുടുംബ കല്ലറ അവരുടെ കൂടെ അനുവാദം വേണം. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഒരു കല്ലറ ഒരു കുടുംബത്തിന് കൊടുക്കും, ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണ്, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഒരു കുടുംബത്തിന് ഒരു കല്ലറ അലോട്ട് ചെയ്ത് കൊടുക്കുന്നു, പിന്നെ ആ കുടുംബത്തിൽ ആര് മരിച്ചാലും ആ കല്ലറയാണ് അവർ കാലാന്തരത്തിൽ ഉപയോഗിക്കുന്നത്, അങ്ങനെയല്ലേ? അല്ല അല്ല അല്ല, അവിടെ അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാ? ആ കല്ലറ ഉപയോഗിക്കില്ല. അതിൻ്റെ ഇപ്പുറത്തെ കല്ലറയോ അതിൻ്റെ അപ്പുറത്തെ കല്ലറയോ തൊട്ട് താഴത്തെ കല്ലറയോ അവർക്ക് നേരത്തെ വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. ഇപ്പം ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പോൾ MM ചർച്ചിലാണെങ്കിൽ 4000-ഓളം കുടുംബങ്ങളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 4000-ഓളം കുടുംബങ്ങൾക്ക് ഇങ്ങനെ ഓരോ കല്ലറ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ട്രിവാൻഡ്രം സിറ്റി മുഴുവൻ വേണ്ടി വരുമല്ലോ? ഇല്ല, ഇപ്പം അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളൊരു 120 വേണ്ടി ഇപ്പോൾ 3 വർഷം മുമ്പ് പുതിയൊരു കല്ലറ നമ്മൾ പടുത്തു. സ്ഥലം വാങ്ങി. സ്ഥലം അവിടെ ഉണ്ടല്ലോ ഓൾറെഡി, അതിനകത്ത് സഫീഷ്യൻ്റ് ആയിട്ട് ലാൻഡ് ഉണ്ട്. ഏകദേശം ഒരു 60-70 സെൻറ്റ് സ്ഥലമുണ്ട്. 60-70 സെന്റ് സ്ഥലം ഇനിയുണ്ട്, ഉപയോഗിക്കാൻ ഇനിയുണ്ട്. ശരി, ഓക്കെ. അപ്പോൾ ഈ കുടുംബത്തിന് പരാതിയില്ല. ഇല്ല. ഇത് തുറന്ന സമയത്ത് ഇങ്ങനെ ഒരു ബോഡി നിങ്ങൾ കണ്ടു. ഉണ്ട്. നിങ്ങൾ എന്ത് കരുതുന്നു, ഇത് ആരുടെ ബോഡിയാ? അത് നമുക്കറിയാൻ പറ്റില്ല. നമ്മൾ അറിയുന്നത് എങ്ങനെ? അല്ല, അത് ഇപ്പം ഇത് ഇങ്ങനെ ഒരു ബോഡി കണ്ടു എന്നുള്ളത് വാസ്തവമാണെന്ന് തന്നെ ഇരിക്കട്ടെ. അത് വാസ്തവമാണ്. എന്റെ അറിവാണെങ്കിൽ അതിന് ഈ CSI സഭയുമായി അല്ലെങ്കിൽ ഈ നിങ്ങൾ എതിർക്കുന്നത് ആരാണോ അവർക്ക് ഇതിൽ ബന്ധമുണ്ടെന്നൊക്കെ ചുമ്മാ അങ്ങ് പറയാൻ പറ്റുമോ? നമ്മൾ അങ്ങനെ പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ല. ആ ബോഡി ഉണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ. ദുരൂഹമാണ്. ദുരൂഹമാണ്. എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഉണ്ട്. അത് ഇനിയും കണ്ടെത്തണം. പക്ഷേ ഈ പോലീസ് സംവിധാനവും സർക്കാരും നേരെ നിന്നിരുന്നെങ്കിൽ ഞങ്ങൾ പരാതി കൊടുക്കുമായിരുന്നു. ഓക്കെ. പക്ഷേ നമ്മൾ പരാതി കൊടുത്താൽ ഈ പറയുന്ന പോലീസിന് പൈസ കൊണ്ടു കൊടുത്തിട്ട് സർക്കാർ പറയും അവനാണ് കൊണ്ടുവച്ചത്, കേസെടുക്കാൻ പറയും. എന്ത് ചെയ്യാൻ പറ്റും? അവസാനം വാദി പ്രതിയാവും. ഓക്കെ. നമ്മൾ കൊണ്ടുവച്ചില്ല എന്നുള്ളത് പിന്നെ നമ്മൾ തെളിയിക്കണ്ടേ? ഇതിനകത്ത് ഈ ഗുണ്ടകൾ അഴിഞ്ഞാടുന്നു എന്നൊക്കെ നിങ്ങൾ അവിടെ എവിടെയായിട്ടൊക്കെ പറയുന്നുണ്ട്. പല സോഷ്യൽ മീഡിയയിലൊക്കെ കുറേയധികം പോസ്റ്റുകൾ, അതായത് ഈ CSI സഭ ആസ്ഥാനത്തിനകത്ത് മുഴുവൻ ഗുണ്ടകൾ വിലസുന്നു. ഈ ഗുണ്ടകളൊക്കെ ഒരു സഭയ്ക്കകത്ത് ഒരു 4-5 മാസം മുമ്പ് വരെ അവിടെ ഗുണ്ടകളെ കേന്ദ്രമായിരുന്നു. വ്യക്തമാക്കും. എന്നുവെച്ചാൽ നമ്മൾ ഈ പറയുന്ന ഈ നീതിക്ക് വേണ്ടി നിൽക്കുന്ന സഭാജനം അതിനകത്ത് കയറി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാക്കുമെന്ന് അവർ ഭയപ്പെട്ടിട്ട് അവർ കുറെ ഗുണ്ടകളെ കൊണ്ട് അവിടെ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. ഒരു ബിഷപ്പിനൊക്കെ ഗുണ്ടകളുമായിട്ടൊക്കെ എന്താ ബന്ധം? ചുമ്മാ പറയാ. അദ്ദേഹത്തിന് ഗുണ്ടകളുമായിട്ടേ ബന്ധമുള്ളൂ. സഭാജന ധർമ്മരസലത്തിന് സംശയം എന്തോന്ന്? അത് ഗുണ്ടകളായിട്ടേ ബന്ധമുള്ളൂ. അതൊക്കെ സാമ്പത്തികവും ഗുണ്ടയും ഇത് രണ്ട് മാത്രമേ മതി. അതായത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അടിച്ചോടിക്കാൻ വേണ്ടി കുറെ ഗുണ്ടകൾ. അതാണ്. ഇപ്പൊ ഗുണ്ടകളൊന്നുമില്ല. ഇപ്പൊ ഗുണ്ടൊന്നുമില്ല. ഇപ്പൊ ഒന്നാമത് പൂട്ടിയിട്ടൊക്കെയല്ലേ. ഓക്കെ. നേരത്തെ അതിനകത്തൊരു മിനി ചർച്ച എന്തോ ഉണ്ടായിരുന്നു, അതിനെ അടിച്ചു തകർത്തതായിട്ടൊക്കെ പറയുന്നത് അത് ഈ ഗുണ്ടകളാണ്. അല്ലല്ല, അത് അവിടെ ഈ കത്തീഡ്രൽ CSI കത്തീഡ്രൽ ചർച്ച ഉണ്ടായിരുന്നു. 12 വർഷം വേണ്ടത്. ഈ പള്ളിയെ കത്തീഡ്രലായി പ്രഖ്യാപിച്ച് ബോർഡ് മാറ്റേണ്ട അന്ന് രാത്രി ആ പള്ളിയെ ഇടിച്ചു നിരത്തി. അതെന്തിനാ ചുമ്മാ ഒരു പള്ളി അങ്ങ് ഇടിക്കുന്നേ? അല്ല, അവിടെ കത്തീഡ്രൽ ഇരിക്കുകയല്ലേ, അപ്പൊ ഇത് എങ്ങനെ കത്തീഡ്രൽ വരുമെന്നുള്ളതുകൊണ്ട് അതിനങ്ങ് ഇടിച്ചു. ഒരു പറമ്പിൽ 2 കത്തീഡ്രൽ വേണ്ടെന്നുള്ളതാണ്. പക്ഷെ വേറൊരു കാര്യം,
നിങ്ങളുടെ തന്നെ ആൾക്കാർ പറയുന്ന ഈ കത്തീഡ്രൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ CSIയുടെ എന്താ പറയുക മാനുവലിന് എതിരാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സഭ ഇതിനെതിരാണ്. പിന്നെ എങ്ങനെ അകത്ത് വേറൊരു കത്തീഡ്രൽ രഹസ്യമായിട്ട് എങ്ങനെയാണ് വരുന്നത്? അത് ഈ ധർമ്മരായ രസാലം തുടങ്ങിയ സംഭവമാണിത്. പുള്ളി അതിനകത്തൊരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കത്തീഡ്രലിൻ്റെ എല്ലാം ചാർജ് എന്ന് പറയുന്നത് ബിഷപ്പിനും ആ ഇരിക്കുന്ന മഹാരാജ സെക്രട്ടറിക്കുമാണ്. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ ഒരു വലിയൊരു പള്ളി പണിയണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ താല്പര്യം. എന്ന് വെച്ചാൽ അതിൽ അടിച്ചു മാറ്റാനൊക്കെ ഉള്ളൂ. കൺസ്ട്രക്ഷന് 45-50 കോടി രൂപയാണ് അതിൻ്റെ പ്രോജക്റ്റ് ഇട്ടിരുന്നത്. ഒരു അവസാനം സർക്കാർ തന്നെ അതിന് അനുവാദം കൊടുത്തില്ല. അങ്ങനെയാണ് ഇതിനെ കത്തീഡ്രലാക്കി ഇവിടുന്ന് കുറേ പൈസ കൊണ്ടുപോകാമെന്ന് വെച്ചത്. അത് നടന്നില്ല. ഓക്കെ, ചുമ്മാ ഒരു കത്തീഡ്രൽ ഒന്നും ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. അവിടെ വിശ്വാസികൾ വരണം, ആരാധന വരണം, നടവരവ് വരണം, അത്രേ വരുമാനമുള്ളൂ. അല്ല, ഈ പൊളിച്ച പള്ളിയിൽ ഏകദേശം 100 ഫാമിലി ഉണ്ടായിരുന്നു. ഓഹോ, ആ ഫാമിലിയെ കൊണ്ട് ഇവിടെ കയറ്റി. നേരത്തെ തന്നെ ഈ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, ഈ കുറേ ബിഷപ്പും കൂട്ടരും കാശ് വാങ്ങി നിയമനം നടത്തി എന്നൊക്കെ പറയുന്നു. അതിലൊന്നും ഈ പേര് മാറ്റി, അല്ലെങ്കിൽ എന്താ പറയുക, ഇല്ലാത്ത NRIകളെ ഉണ്ടാക്കിയെടുത്തു, വ്യാജ പേര് സൃഷ്ടിച്ചു, അങ്ങനെ എന്തൊക്കെയോ കഥകൾ കേൾക്കുന്നു. എന്താ അത് ശരിക്കും വാസ്തവം എന്താണത്? കാരക്കോണം മെഡിക്കൽ കോളേജിൽ NRI അഡ്മിഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ബെനറ്റും കാലാകാലങ്ങളിൽ വരുന്ന അന്നത്തെ ഭരണാധികാരികൾ എന്ന് വെച്ചാൽ ബെനറ്റ് പറയുന്ന ആൾക്കാരെ അവിടെ ഉണ്ടാവും. അദ്ദേഹം, ഞാൻ ചോദിച്ചോട്ടെ ഒരു കാര്യം കൂടെ, അദ്ദേഹം ഡോക്ടറാണ് ബൈ പ്രൊഫഷൻ. അതെ. അദ്ദേഹം ഇവിടെ ചികിത്സിക്കുന്നുണ്ടോ? കാരക്കോണം മെഡിക്കൽ കോളേജിൽ ചികിത്സിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നുണ്ടോ? ഇല്ല, രണ്ടുമില്ല. അഡ്മിൻ മാത്രം. അഡ്മിൻ മാത്രമേ ഉള്ളൂ. അയാൾ അനസ്തേഷ്യ ഡോക്ടറാണെങ്കിൽ. ഓക്കെ, ആ രീതിയിലൊന്നും പ്രാക്ടീസ് ചെയ്യില്ല. ഓക്കെ, പറഞ്ഞോളൂ. അപ്പോൾ അദ്ദേഹവും കൂട്ടരും അഡ്മിഷൻ നടത്തുന്നു. ഓരോ വർഷവും ഒരു 8-10 NRI സീറ്റ് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി അവിടെ അഡ്മിഷൻ കൊടുക്കാറുണ്ടെന്ന് നമുക്കറിയാം. അങ്ങനെ 2021-22 ഈ പറയുന്ന TT പ്രവീണിൻ്റെ മകളെന്ന് പറയുന്ന ഒരു കുട്ടി, തനൂജ PS എന്നാണ് എൻ്റെ കുട്ടിയുടെ പേര്. അദ്ദേഹത്തിൻ്റെ മകളെന്ന് പറയുന്നു. ഓക്കെ, പറയാം. അങ്ങനെ ഈ പ്രവീണിൻ്റെയും സിനി എന്ന് പറയുന്ന പ്രവീണിൻ്റെ വൈഫിൻ്റെ മോളായിട്ടാണ് അഡ്മിഷൻ എടുത്തേക്കുന്നത്. ഓക്കെ, ഇത് ഞാൻ അറിഞ്ഞ് ഞാൻ പരാതി അയച്ചു. അദ്ദേഹത്തിൻ്റെ മകൾക്ക് ഒരു അഡ്മിഷൻ എടുക്കുന്നതിന് എന്താ നിങ്ങൾ പരാതി അയക്കുന്നത്? ഈ പറയുന്ന ഈ പ്രവീണിൻ്റെയും സിനിയുടെയും മോളല്ല കുട്ടി. അദ്ദേഹത്തിന് എത്ര മക്കളുണ്ട്? അദ്ദേഹത്തിന് ആക്ച്വലി 2 മക്കളേ ഉള്ളൂ. അദ്ദേഹത്തിന് 2 മക്കൾ. പക്ഷേ ആ 2 കുട്ടികളുടെയും പേര് ഇതല്ല. അല്ലല്ല, തനൂജ അല്ലേ? അല്ലല്ല, അല്ല. അതും പറയാം. ഈ തനൂജ ജനിക്കുന്നത് 2003-ലാണ്. ശരി. ഈ പറയുന്ന പ്രവീണും സിനിയും തമ്മിൽ വിവാഹം കഴിക്കുന്നത് 2006 കട്ടക്കോട് LC ചർച്ചിലാണ്, കാട്ടാക്കട. ശരി. ഈ പരാതിയെല്ലാം വെച്ച് ഞാൻ സർക്കാരിനെയും എന്ന് വെച്ചാൽ സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങൾക്കും ഞാൻ പരാതി കൊടുത്തു. അങ്ങനെ അത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് വിട്ടു. അവിടെ ഒരു സംശയം, ആ കുട്ടിക്ക് NRI അഡ്മിഷൻ കിട്ടിയെന്നാണല്ലോ പറഞ്ഞത്. NRI, പക്ഷേ ഇദ്ദേഹം പ്രവീൺ ഇവിടെ ഉള്ളൊരു വ്യവസായിയാണ്. അത് പറയട്ടെ. അപ്പോൾ പിന്നെ എങ്ങനെ NRI സ്റ്റാറ്റസ് പറയാം. ഈ പറയുന്ന സിനി എന്ന് പറഞ്ഞ് ഇപ്പം അമ്മയെന്ന് വെച്ച അമ്മയില്ലേ, ഈ തനുജയുടെ അമ്മയായിട്ട് വെച്ചിരുന്ന സിനിയുടെ അനിയത്തി മിനി BJ വർഷങ്ങളോളം കാനഡയിലാണ്. വർഷങ്ങളായി കാനഡയിലാണ്. ഓക്കെ. അപ്പോൾ ഇപ്പോഴത്തെ NRIയുടെ സ്റ്റാറ്റസ് വേണമെന്നുണ്ടെങ്കിൽ അച്ഛനോ അച്ഛൻ്റെ സഹോദരങ്ങളോ അമ്മയുടെ സഹോദരങ്ങളോ NRIക്കാരായിരിക്കണം. ആ NRI സ്റ്റാറ്റസ് കിട്ടാൻ വേണ്ടി അമ്മയെ മാറ്റി. അപ്പം ഞാൻ പരാതി കൊടുത്ത് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചപ്പോൾ കുട്ടിയുടെ അച്ഛൻ ഷിജു എന്നാണ് അച്ഛൻ്റെ പേര്. ഷിജുവും മഞ്ജുവിൻ്റെ മോളാണ് ഈ കുട്ടി. ശരി. പക്ഷേ അഡ്മിഷൻ എടുത്ത രേഖകളിൽ പ്രവീണിൻ്റെയും സിനിയുടെയും അച്ഛനെ അമ്മയും മാറ്റി. ഓക്കെ. അപ്പോൾ ഈ 2 പേരുടെയും മക്കളാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടുപിടിച്ചു. ശരി. എന്നിട്ട് പ്രവീൺ ചെയ്ത വേറൊരു ബുദ്ധി എന്നറിയാമോ? തമിഴ്നാട്ടിൽ വീട്ടിൽ പ്രസവിച്ചു കഴിഞ്ഞാൽ 6 മാസത്തിനകത്ത് ഈ പറയുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ കോടതിയിൽ പോയി ബർത്ത് സർട്ടിഫിക്കറ്റിനുള്ള അനുവാദം കിട്ടും തമിഴ്നാട്ടിൽ. ശരി. അങ്ങനെ കുഴിത്തറ കോടതിയിൽ പോയി സത്യവാങ്മൂലമോ കള്ളരേഖകൾ വാങ്ങിച്ചിട്ട് ഈ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് വാങ്ങുന്നു. ആ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ആരാണ് അപ്പനും അമ്മയും? അല്ല, അതിന് പ്രവീൺ സിനിയും. അതായത് തമിഴ്നാട് കോടതിയിൽ നിന്ന് വാങ്ങിയ ബർത്ത് സർട്ടിഫിക്കറ്റിൽ അപ്പനും അമ്മയും പ്രവീണും സിനിയുമാണ്. അപ്പോൾ സാങ്കേതികമായി അത് ശരിയാണ്. അവരിവിടെ വ്യാജരേഖകളൊന്നും കൊടുത്തിട്ടില്ല. എവിടെ? കോടതിയില്ല. അഡ്മിഷൻ്റെ സമയത്ത് കൊടുത്ത രേഖകൾ ഈ പറയുന്നത് പോലെ കോടതിയിൽ നിന്ന് കിട്ടിയ രേഖയാണെങ്കിൽ അത് ജെനുവിൻ അല്ലേ? അതെ, കോടതി ജെനുവിനാണ്. പക്ഷേ ബയോളജിക്കലി ശരിയല്ല. അല്ലല്ല, ഇപ്പം ക്രൈംബ്രാഞ്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞു. അത് എന്താണ്? ഈ കള്ളമായി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചായിരുന്നു ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് എൻ്റെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഈ കുട്ടിയുടെ
അഡ്മിഷൻ ബാധിക്കുമല്ലോ, ആ കുട്ടിയെ അന്വേഷണം അന്വേഷണം ബാധിക്കും. ഞാൻ എല്ലാ തെളിവും കൊണ്ട് നമ്മളെ അന്വേഷണ സൂപ്പർ കമ്മിറ്റിക്ക് എൻ്റെ റെക്കോർഡ് കൊടുത്തിട്ടുണ്ട്. അവർ കുട്ടിയെ ടെർമിനേറ്റ് ചെയ്യത്തില്ലയോ? ടെർമിനേറ്റ് ചെയ്യും. ക്രിമിനൽ കേസെടുക്കാൻ പറഞ്ഞൊക്കെയാണ് ആ കുട്ടിക്കെതിരെ. തമിഴ്നാട് സർക്കാർ. അയ്യോ, ഇത് കുട്ടിയുടെ ഭാവിയാണ്. കുട്ടിയുടെ ഭാവി ഇവർ നേരത്തെ അറിയണ്ടേ? ഒരുപക്ഷെ വേറൊരാൾ കിട്ടേണ്ട ഒരു ആനുകൂല്യമല്ലേ ഇപ്പോൾ പോയത്? ഒരുപക്ഷെ ആ കുട്ടി അറിയാതെ അല്ലെങ്കിൽ കുട്ടിയുടെ രക്ഷിതാക്കൾ അറിയാതെ ഇവരുടെ ട്രാപ്പിൽ വീണതാണ്. അല്ല, അത് പറയാക്കൂല. ഈ അന്വേഷണ സൂപ്പർവൈസറി കമ്മിറ്റിക്ക് ഈ കുട്ടി തന്നെ ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട് 1 വർഷം മുമ്പ്. ഈ തുടക്കകാലത്തിൽ കൊടുത്തെങ്ങനെയാണ്? ടി പ്രവീണും സിനിയും ലിവിങ് ടുഗദർ ആയിരുന്നു. ലിവിങ് ടുഗദറിൽ ജനിച്ച കുട്ടി എന്നും പറഞ്ഞാണ് ഇവൻ കൊടുത്തേക്കണത്. ഇവൾ അഫിഡവിറ്റ് കൊടുത്തേക്കാണ്. ആര്? ഈ തനുജ കുട്ടി. അത് വേറെ കുരുക്കായിട്ട് വരും. ഇത് പണ്ട് ധർമ്മരാജ രസാലി ഞാൻ പൈസ മാറ്റെന്ന് പറഞ്ഞ് കൊടുത്തില്ലേ? ഇതല്ലേ നിങ്ങൾ ഈ വെറുതെ ആരോപണങ്ങളൊന്നും ഉന്നയിക്കരുത് കേട്ടോ. ഇതൊക്കെ ഒരു ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിക്കെതിരെയാണ് നിങ്ങൾ ഇത് പറയുന്നത്. ഇല്ല, തെളിവുകളുണ്ട്. അത് തെളിവിരിക്കല്ലേ? ശരി, ഓക്കെ. അങ്ങനെ ഒരു അഫിഡവിറ്റ് കൊടുത്തത് എന്ന് ഈ കുട്ടി തന്നെ കൊടുത്തിരിക്കുകയാണ്. ഓ, ഈ കുട്ടി കൊടുത്തു. അതെൻ്റെ ഇരിപ്പുണ്ടത്. അപ്പോൾ അത് ഗുരുതരമായ ആരോപണമാണ്, അല്ലെങ്കിൽ ഗുരുതരമായ തെളിവാണ്. അല്ല, ആ കുട്ടിയെ സംബന്ധിച്ചത് വലിയ പ്രശ്നം വരും. ശരി, അപ്പോൾ ഇത് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. പക്ഷേ എന്നിട്ട് എന്ത് നടപടി ഉണ്ടായി? എൻ്റെ അവസാന വാചകമാണ് ഇത് ആഭ്യന്തര വകുപ്പിൽ നിന്ന് എനിക്ക് വന്ന പേപ്പറാണിത്. ബഹുമാനപ്പെട്ട കോടതിയിൽ വ്യാജരേഖകൾ സമർപ്പിച്ച അനുകൂല ഉത്തരവ് സമ്പാദിച്ച് തമിഴ്നാട് ദേവിയോട് ബർത്ത് ആൻഡ് ഡെത്ത് രജിസ്റ്റർ ഓഫീസിൽ നിന്നും 8/5/2003 എന്ന തീയതിയിലെ ബർത്ത് സർട്ടിഫിക്കറ്റ് വാസ്തവവിരുദ്ധമായി കരസ്ഥമാക്കിയതിലേക്കും ബഹുമാനപ്പെട്ട കോടതിയെ കബളിപ്പിക്കൽ, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങൾക്ക് തമിഴ്നാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നതും ഉചിതം എന്ന് അറിയിക്കുന്നു. ഇത് സംസ്ഥാന സർക്കാർ ആർക്ക് കൊടുത്ത കത്താണ്? ഇത് എവിടെയാണ് പറഞ്ഞേക്കുന്നത്? ഇത് എനിക്ക് വന്നത്. താങ്കൾക്ക് തന്നേക്കുന്നത്? ഓ, ഞാൻ പറഞ്ഞിടത്തോണ്ട് എനിക്ക് വന്നത്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇതിൽ നടപടി എന്തെങ്കിലും എടുത്തോ? അഡ്മിഷൻ നടന്നിരിക്കുന്ന ഇവിടെയാണ്. ഇവിടെ ഈ കുട്ടി അല്ല, അതുകൊണ്ട് ഞാൻ ഹൈക്കോടതിയിൽ പോകുന്നു. ഇതും കൊണ്ട് ഹൈക്കോടതി പോകാൻ പോവുകയാണ്. കാര്യം വെച്ചാൽ തക്കാട് വലിയ ഓഫീസിൽ നിന്നാണ് ബന്ധുത്വ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നത്. അഡ്മിഷൻ എടുത്തത് ഇവിടെ, കോളേജ് കേരളത്തിൽ, എല്ലാം കേരളത്തിലാണ്. ഈ സാധനം മാത്രമേ ഉള്ളൂ അവിടെ. ബർത്ത് സർട്ടിഫിക്കറ്റ് മാത്രം തമിഴ്നാട്ടിൽ നിന്ന്. അത് ഇവിടെ ചോദ്യം ചെയ്തില്ലേ? ഇത് എന്താ ഇങ്ങനെയെന്ന് ഇവിടുത്തെ ആരും? ഇപ്പോൾ 2-ാം തീയതി അഡ്മിഷൻ സൂപ്പർവൈസർ കമ്മിറ്റിയിൽ എൻ്റെ ഒരു സെറ്റിംഗ് ഉണ്ടായിരുന്നു. ശരി, ആ സെറ്റിങ്ങിനെല്ലാം ഞാൻ കൊടുത്തു. ആ കുട്ടിക്കും കോളേജിൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കി നോക്കും. എന്തായാലും ഞാൻ ഹൈക്കോടതി പോകാൻ പോകുന്നു. ഇതാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട്. മനസ്സിലായി. എന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ അച്ഛനമ്മ ആരാണെന്നും അവർ ഡൈവേഴ്സ് നടന്നതിന് ശേഷം ഈ കുട്ടി എടുത്തുകൊണ്ട് പോയാണെന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഗുരുതരമായ ആരോപണങ്ങളാണ്. ആരോപണമല്ല, ഇത് കറക്റ്റ് സത്യമാണത്. സത്യമാണ്. ഓക്കെ. അപ്പോൾ അടിമുടി കാരക്കോണം മെഡിക്കൽ കോളേജിൽ നടന്നിരിക്കുന്ന അഡ്മിഷനുകൾക്ക് പിന്നിൽ സാമ്പത്തിക ദുരൂഹതകൾ മാത്രമല്ല, വ്യാജരേഖ ചമയ്ക്കൽ ഉൾപ്പെടെയുള്ള അടിമുടി അപ്പനെയമ്മയും വരെ മാറ്റുന്ന. അച്ഛനമ്മ മാറ്റുന്നല്ല, ഇത് ഇപ്പോഴല്ല, വർഷങ്ങളോളം തുറന്നു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഇനി ഉണ്ടെന്നാണ് പറയുന്നത്. അല്ല, ഇത് മാത്രം നമുക്ക് അറിയാവുന്ന, നമുക്ക് ഇതിന്റെ ബാക്ക് പിടിച്ചു പോയി. അതിനുമ്പ് ബാക്കിയെല്ലാം നടന്നത് തമിഴ്നാട്ടിലാണ്. നമുക്കൊന്നും അറിഞ്ഞുകൂടാ. തമിഴ്നാട്ടിൽ കള്ള സർട്ടിഫിക്കറ്റ് കൊടുത്ത്. ഇപ്പോൾ ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളിപ്പോൾ വീണ്ടും ഈ സഭയിലോട്ട് തിരികെ കയറിയിട്ടുണ്ട്. അപ്പോൾ കാരക്കോണം മെഡിക്കൽ കോളേജിന്റെ ഭരണസമിതിയിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ട്? അവിടെ ഇപ്പോൾ ആരാ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്? ബെനറ്റ് എബ്രഹാം തന്നെ. ഇപ്പോഴും അദ്ദേഹം തന്നെ. അവിടെ നിങ്ങൾക്ക് ഇതുവരെ കയറാൻ പറ്റിയിട്ടില്ല? ഇല്ല, അവിടെ നിന്ന് അദ്ദേഹത്തിന് മാറ്റാനുള്ള ഒരു തീരുമാനം എടുക്കുന്ന ആ കമ്മിറ്റിയുടെ അന്നാണ് ഇവിടുത്തെ നിങ്ങളെ ഇവിടെ ഇറക്കി വിട്ടത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ സംസ്ഥാന സർക്കാരിൽ നിന്ന് നിങ്ങൾക്ക് യാതൊരു നീതിയും ലഭിക്കുന്നില്ല. കേന്ദ്രവും നിങ്ങളെ ചതിച്ചു എന്ന് പറയുന്നു, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ വിശ്വാസമുണ്ട്, BJP നേതാവ് നിങ്ങളെ ചതിച്ചു. BJPയുടെ കുറച്ച് നേതാക്കൾ, എല്ലാവരും പറയുന്നില്ല. ശരി, ഓക്കെ. പക്ഷെ ഞങ്ങൾക്ക് എനിക്ക് വിശ്വാസമുണ്ട്. കോടതിയിൽ അല്ലില്ല, കേന്ദ്ര സർക്കാർ ഈയുടെ കേസ് നല്ലവണ്ണം കൈകാര്യം ചെയ്യും. ഉറപ്പാണ്. ശരി, അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് തിരിച്ച് പഴയതുപോലെ കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിലുള്ള ഈ ചർച്ച് തുറന്ന് പ്രവർത്തിക്കുവാനുള്ള സർവ്വ സ്വാതന്ത്ര്യങ്ങളും കിട്ടണം. അല്ലേ? ഇപ്പോൾ പൂട്ടിയിരിക്കുകയാണ്. അല്ലല്ല, പള്ളി പൂട്ടിയില്ല. പള്ളിയല്ല, മീൻസ് അതിനോടൊപ്പം അനുബന്ധമായിട്ടുള്ള ബിഷപ്പ് ഓഫീസ്, നമ്മുടെ ദർശനകാല മഹായുടെ ഓഫീസ്, ഈ പെൻഷൻ വിതരണം, അവിടുത്തെ നടത്തിപ്പ്, അനാഥാലയ നടത്തിപ്പ്, ഇതെല്ലാം സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യണമെങ്കിൽ ഈ ഓഫീസുകൾ തുറന്നല്ലേ പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കോടതിയെ സമീപിക്കുകയാണ്. പരാതി ഓൾറെഡി മൂവ് ചെയ്ത് കഴിഞ്ഞു. അല്ല, ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിലെന്താ റിസൾട്ട് എന്നുള്ളത് നിങ്ങൾക്ക് പ്രതീക്ഷ വല്ലതും ഉണ്ടോ? എന്താ വെളിയിറങ്ങുമ്പോൾ അറിയാം. മെസ്സേജ് വന്നതാണ്. ഓക്കെ. എന്തായാലും കോടതിയിലാണ് നിങ്ങളിപ്പോൾ ആശ്രയിച്ചിരിക്കുന്നത്. കേന്ദ്ര ഏജൻസികളെയും കേന്ദ്ര സർക്കാരിന് നിങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഏജൻസികൾ വിശ്വാസമുണ്ടോ? കേന്ദ്ര ഏജൻസിയും വിശ്വാസമുണ്ട്. ചില BJP നേതാക്കന്മാരെ മാത്രം. അത് കഴിഞ്ഞ ഇലക്ഷനിൽ
എന്തൊരു ഒരു കള്ളക്കളി കളിച്ചതാണ്. രണ്ട് വെള്ളത്തെ ചവിട്ടി കൂടെ നിന്ന് ചതിച്ചവരെ നിങ്ങൾക്ക് അറിയാം, എല്ലാവരും അറിയാം. ചതിയന്മാരെ നിങ്ങൾ തിരിച്ചറിഞ്ഞു. അറിഞ്ഞു. ഓക്കെ, അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ കോടതിയിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് അനുകൂലമായിട്ടാണോ പ്രതികൂലമായിട്ടാണോ വരുന്നതെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അത് വരുന്ന മുറയ്ക്ക് നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും ചേരാം. നന്ദി. ഓക്കെ.